ശബരിമലയിൽ നിന്നും ഇനി മുതൽ ഫ്രഷ് അരവണ മാത്രമേ തീർത്ഥാടകർക്ക് നൽകുകയുള്ളൂ. ശബരിമല തീർത്ഥാടനം തുടങ്ങുന്നതിന് ഒരു മാസം മുൻപേ അരവണ തയ്യാറാക്കുന്ന പതിവ് ദേവസ്വം ബോർഡ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി കൂട്ടി ആവശ്യാനുസരണം ഫ്രഷ് അരവണ തയ്യാറാക്കി വിൽക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ശബരിമല പ്രസാദത്തിൽ അരവണയിൽ നിന്നാണ് ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. 200 കോടി രൂപയാണ് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് അരവണയുടെ വിറ്റുവരവ്. പ്ലാന്റിന്റെ ഇപ്പോഴത്തെ പ്രതിദിന ഉൽപാദന ശേഷി 2.7 ലക്ഷം ടിന്നാണ്. എന്നാൽ പ്രതിദിന വിൽപ്പന 3.25 ലക്ഷം ടിൻ വരെയാണ്. അതിനാൽ തന്നെ അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുൻപ് 4 കോടിയോളം രൂപ ചിലവിൽ പ്ലാന്റ് നവീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കുന്നത്. ദിവസേന 3.5 ലക്ഷം ടിൻ ഉൽപാദനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിലെ രീതി വെച്ച് നവംബർ പകുതിയോടെ ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് ഒരു മാസം മുൻപ് തന്നെ അരവണ തയ്യാറാക്കി തുടങ്ങാറുണ്ട്. 40 ലക്ഷം ടിന്നെങ്കിലും കരുതി വെക്കും. ഇതിനാവശ്യമായി വരുന്ന 200ഓളം ജീവനക്കാരുടെ വേതനം, താമസം, ഭക്ഷണം തുടങ്ങിയവയ്ക്കുള്ള ചിലവ് ഒഴിവാക്കാനും പ്ലാന്റിന്റെ ശേഷി കൂട്ടുന്നത് വഴി സാധിക്കും. പ്ലാന്റിൽ നിന്ന് മാളികപ്പുറത്തെ വിതരണ കൗണ്ടറുകളിലേക്ക് അപ്പവും അരവണയും എത്തിക്കുന്നത് ട്രാക്ടറുകളിലാണ്. എന്നാൽ സന്നിധാനത്ത് ട്രാക്ടർ ഓട്ടം ഒഴിവാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൺവെയർ ബെൽറ്റ് സംവിധാനത്തിലൂടെ നിർമ്മാണ പ്ലാന്റിൽ നിന്നും കൗണ്ടറുകളിലേക്ക് അപ്പവും അരവണയും എത്തിക്കാനുള്ള സംവിധാനവും ബോർഡ് തുടങ്ങിയിട്ടുണ്ട്.